ഇപ്പോൾ വന്യച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് കോട്ടയത്തിന്റെ വളരെ സ്നേഹിതനായ പൊതുപ്രവർത്തന നിരയിൽ ഏറ്റവും നിസ്തുലമായ സേവനങ്ങൾ നിർവഹിക്കുന്ന അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഇപ്പോൾ വന്യച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അഭിവന്യ തിരുമേനിമാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, മണർകാട് പള്ളി ഇടവകാംഗങ്ങൾ, ഈ പ്രദേശത്തുള്ള സഹോദരി സഹോദരന്മാരെ, ഈ നാടിൻ്റെ ഒരു തെളിഞ്ഞ വെളിച്ചമായിരുന്നു വിട്ടിയടത്തച്ഛൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രിയപ്പെട്ട വന്യ കോറപ്പിസ്കോപ്പ അച്ഛൻ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനെ നല്ല പരിചയമാണ്. കാരണം ഞാൻ ചെറിയ സ്കൂളിൽ ഇവിടെ പഠിച്ചിരുന്ന കാലം മുതൽ കാണുകയും കേൾക്കുകയും ഒക്കെ ഒരുപാട് അച്ഛനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്കും എല്ലാം സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതിലൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ ചില നിശ്ചയദാർഢ്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സഭയുടെ കാര്യത്തിലും ഇടവകയുടെ കാര്യത്തിലുമൊക്കെ അച്ഛൻ്റെ ചില നിലപാടുകൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. വളരെ തലയെടുപ്പോടുകൂടി യാക്കോബായ സുറിയാനി സഭയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വൈദികനായി നിലനിൽക്കുമ്പോഴും ഒരു അധ്യാപകന്റെ എല്ലാ തലത്തിലുള്ള സ്വീകാര്യതയും അച്ഛന് ലഭിച്ചിരുന്നു എന്ന് എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവിനോടൊപ്പം അച്ഛന് അമീനൂർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ആദ്യകാലത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛനുള്ള ടീച്ചേഴ്സ് റൂം എന്ന് പറയുന്നത് എപ്പോഴും നല്ല സരസമായ സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എത്ര ആളുകൾ പിരിമുറുക്കത്തോടെ ഇരിക്കുമ്പോഴും അച്ഛന് നല്ല തമാശകളും ഒക്കെ പറഞ്ഞ് എല്ലാവരുമായി ഇടപെടുന്ന ആ കാലത്തെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ മണർകാട് പള്ളിക്ക് എന്നും ഒരു ഐശ്വര്യവും ഒരു മാർഗദീപവും ഒക്കെ ആയിരുന്നു. അച്ഛൻ്റെ വേർപാട് പള്ളിക്കും ഈ പ്രദേശത്തിനൊട്ടാകെയും ഒക്കെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അച്ഛനും ആയിട്ടുള്ള ഒരടുപ്പം. അതേത് പാതിരാത്രിക്കാണെങ്കിലും അച്ഛൻ്റെ ഒരു ഫോൺ വരും, കുഞ്ഞുഞ്ഞ് എന്ന് വിളിച്ച് എത്ര സൗഹാർദ്ദപരമായി, അതുപോലെ തന്നെ ആധികാരികതയോടു കൂടിയാണ് അച്ഛൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് അച്ഛനെ കാണാൻ പറ്റിയത്. അപ്പൊ അച്ഛനും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിക്കും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ മുറിയിൽ ഇരുന്ന് 1/2 മണിക്കൂർ നേരത്തോളം സംസാരിച്ച ആ കാലങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ്. അച്ഛൻ്റെ ചില നിർദ്ദേശങ്ങള്, നിലപാടുകളൊക്കെ അപ്പോൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായും അച്ഛൻ്റെ വേർപാടില് ദുഃഖിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ സ്വർഗീയ യാത്രയിൽ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസിന്റെ അനുശോചന വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു.